ഹലോ ഫ്രണ്ട്സ്, വിനീസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മിഡീവൽ ഹിസ്റ്ററിയെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു മിഡീവൽ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയും പരിചയപ്പെട്ടു. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയുടെ പ്രധാനപ്പെട്ട, അതായത് ചരിത്രരചനാ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് സെയിൻറ്റ് അഗസ്റ്റിൻ. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഈ ഒരു സെയിൻറ്റ് അഗസ്റ്റിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. CE 354 മുതൽ 430 വരെ ജീവിച്ച സെയിൻറ്റ് അഗസ്റ്റിൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ഈ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ആര്, ഈ ഒരു സെയിൻറ്റ് അഗസ്റ്റിൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പ്രശസ്തനാവേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്, സിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ ഈ ഒരു സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തിൻ്റെ ആ ഒരു പ്രസിദ്ധീകരണത്തോടെയാണ് ആ ഒരു പ്രശസ്തമാവേണ്ടത് ഈ ഒരു സെയിൻറ്റ് അഗസ്റ്റിൻ. അപ്പോൾ ഈ ഒരു സിറ്റി ഓഫ് ഗോഡ് എന്നുള്ളത് ഒരു 22 വോളിയുള്ള ഒരു ബുക്കാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ചരിത്രകാരൻ എന്നതിൽ ഉപരി ദൈവശാസ്ത്ര പണ്ഡിതനാണ്, അതുപോലെ തന്നെ കവിയാണ്, അതുപോലെ തന്നെ തത്വചിന്തകനാണ്. അപ്പോൾ ഈ ഒരു ദൈവശാസ്ത്ര പണ്ഡിതനായതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്ത്യൻ മതത്തെപ്പറ്റി കൂടുതൽ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ മതത്തെപ്പറ്റി കൂടുതൽ അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരിത്ര രചനയിലധികവും ഈ ഒരു മതപരമായ കാര്യങ്ങൾ കൂടുതൽ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഈ ഒരു സിറ്റി ഓഫ് ഗോഡിലൂടെ എങ്ങനെയാണ് ചരിത്രം രചിക്കേണ്ടത്, അതായത് ഒരു ചരിത്രം ഏത് രീതിയിലാണ്, ഏതൊക്കെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ എന്തൊക്കെ പരിഗണിച്ചിട്ടാണ് ഒരു ചരിത്രം രചിക്കേണ്ടത് എന്നുള്ള അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഈ ഒരു സിറ്റി ഓഫ് ഗോഡിലൂടെ ഈ ഒരു സെയിൻറ്റ് അഗസ്റ്റിൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു സിറ്റി ഓഫ് ഗോഡിൽ 2 നഗരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒന്ന് ദൈവത്തിൻ്റെ നഗരവും മറ്റൊന്ന് പിശാചിൻ്റെ നഗരവും. അപ്പോൾ ഈ 2 നഗരവും പരസ്പരം ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഏറ്റുമുട്ടിയാലും ഇതിൽ അത്യന്തികമായി വിജയിക്കുന്നത് ആരായിരിക്കും? ഈ ഒരു സിറ്റി ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ നഗരമായിരിക്കും. ഇതിൽ ദൈവത്തിൻ്റെ നഗരത്തിന് ഇങ്ങനെ വളരെയധികം പ്രശസ്തി കൊടുത്തുകൊണ്ട് പറയേണ്ട ഒരു ബുക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ളി ഈ ഒരു ദൈവത്തിൻ്റെ നഗരത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ ഈ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിൽ, അതായത് ഈ സിറ്റി ഓഫ് ഗോഡിൽ അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഈ ഒരു ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നിരാകരിക്കുകയാണ്. അതാണല്ലോ ഹിസ്റ്റോറിയോഗ്രഫിൻ്റെ, ഈ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ അപൂർണവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായിട്ടാണ് കണക്കാക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ദൈവരാജ്യം, അതായത് സിറ്റി ഓഫ് ഗോഡ് ഇങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മനുഷ്യന്മാരുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജനാധിപത്യ രാജ്യം ആണല്ലോ ഈ ഒരു മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഈ ഒരു രാജാക്കന്മാരുടെ നേതൃത്വത്തിലുള്ളത്. ഇതൊക്കെ എന്താണ്, ഇങ്ങനെ അധോഗതിയിലേക്ക് പോവുക, പുരോഗതി ഉണ്ടാവാതെ അങ്ങനെ പോവും. അതുപോലെ തന്നെ അതേസമയം ഈ ഒരു ദൈവത്തിൻ്റെ നഗരം, അതായത് ദൈവാശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കാണ്ട് ഭരണം നടത്തുന്ന ആ ഒരു നഗരം, അതിങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഈ ദൈവത്തിൻ്റെ നഗരം നമുക്ക് ഈ നന്മ, സ്നേഹം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പകർന്നു നൽകുന്നുണ്ട്. കാരണം ഓരോ മതവും നന്മയും അതുപോലെ തന്നെ സഹാനുഭൂതി, അതുപോലെ തന്നെ പരസ്പര സഹായം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ മതവും ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ മതം പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്തീയ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. കാരണം എന്താ, ഈ ഒരു ക്രിസ്തു മതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എന്തുകൊണ്ട് വരുന്നത്, ഈ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സിറ്റി ഓഫ് ഗോഡിൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയും മറ്റ് അതായത് ദൈവത്തിൻ്റെ ആശയങ്ങൾ അധിഷ്ഠിതമല്ലാത്ത ഈ ഒരു രാജ്യങ്ങളിലൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അധികാരമോഹങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അഹന്തത ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റി ഓഫ് ഗോഡ്, അതായത് ഈ ഒരു ദൈവാശയങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഒരു മതാധിഷ്ഠിത ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു മതത്തിൻ്റെ ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട, ആ ഒരു മതത്തിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കാനുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, മനുഷ്യന്മാരുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും അസുഖം വരികയാണ്, അല്ലെങ്കിൽ എന്താണ് സന്തോഷം വരികയാണ്, ഇതൊക്കെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്, ഈ ഒരു സെയിൻറ്റ് അഗസ്റ്റിനിൽ ഈ ഒരു സിറ്റി ഓഫ് ഗോഡിലൂടെ പറയുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു സിറ്റി ഓഫ് ഗോഡിൽ എന്തായിരിക്കും, ഈ ഒരു ദൈവത്തിൻ്റെ ആശയങ്ങളായിരിക്കും അവിടെ നടപ്പാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു സിറ്റി ഓഫ് ഗോഡിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സെയിൻറ്റ് അഗസ്റ്റിനെ പറ്റിയാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിൽ, അതായത് ക്രിസ്ത്യൻ ചരിത്രരചനാ ശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ്. അപ്പോൾ ഇത്രയും ഒരു പോയിന്റുകളെ നമുക്ക് ഈ ഒരു ബുക്കിൽ സെയിൻറ്റ് അഗസ്റ്റിനെ പറ്റി പഠിക്കാനുള്ളൂ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു.